നമസ്കാരം. ആചാര്യ വിഷ്വൽ മീഡിയയുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സുസ്വാഗതം. നമ്മൾ ആചാര്യ വിഷ്വൽ മീഡിയയിലൂടെ ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങളെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. ഇപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് വേഴനൊരു മാറ്റം വരികയാണ്. ചെറിയ മാറ്റം എന്ന് പറയുമ്പോൾ വേഴം പൊതുവേ ഒരു വർഷക്കാലമാണ് വേഴം ഒരു രാശിയിൽ നിൽക്കാറ്. ഇടയ്ക്ക് ഗ്രഹങ്ങൾക്ക് മാറ്റം സംഭവിക്കും. മാറ്റമെന്ന് പറയുമ്പോൾ ബാക്കിലോട്ടും മുമ്പിലോട്ടും അത് ചലനം സംഭവിക്കും. ഒരിക്കലും ഗ്രഹങ്ങൾ പുറകോട്ടൊന്നും സഞ്ചരിക്കില്ല. അപ്പോൾ ഈ സഞ്ചാര വേളയിലുണ്ടാകുന്ന അകൽച്ച, അടുപ്പം ഇതിനെ സൂചിപ്പിക്കുന്നതാണ് ഈ വക്രഗതിയും പൂർവഗതിയൊക്കെ. ഇപ്പോൾ വേഴം രാശിചക്രത്തിൽ മിഥുനം രാശിയിലാണ് നിലയുറപ്പിച്ചിരുന്നത്. മിഥുനം രാശിയിൽ നിന്ന് 18-ാം തീയതി, അതായത് ഒക്ടോബർ മാസം 18-ാം തീയതി കർക്കടകൻ രാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. ഇപ്പോൾ കർക്കടകൻ രാശി എല്ലാവർക്കും അറിയാം, വേഴത്തിൻ്റെ ഉച്ചരാശിയാണ്. ഏറ്റവും പവർഫുൾ സ്ഥാനത്തേക്ക് മാറുകയാണ്. അത് ഡിസംബർ മാസം 5-ാം തീയതി വൈകുന്നേരം വരെ നിൽക്കുകയുള്ളൂ. ശരിക്കും പറഞ്ഞാൽ 47 ദിവസക്കാലം മാത്രം. പക്ഷേ 47 ദിവസമെങ്കിലും വേഴത്തിൻ്റെ നില അത്ര ശക്തമാണ്. കാരണം ഉച്ചരാശിയിലേക്ക് വരികയാണ്. അപ്പോൾ ചില നക്ഷത്രക്കാർക്ക് വളരെ ഭാഗ്യദായകമായ അവസ്ഥകളുണ്ടാവും. ചിലർക്ക് വലിയ ഗുണം വരത്തില്ല. എങ്കിലും ആചാര്യന്മാരെ അനുശാസിക്കുന്നത് വക്രഗതി പൂർവഗതി ഫലത്തെ കൊടുക്കുമെന്നാണ്. ഇപ്പോൾ വക്രഗതി വന്നാലും മുമ്പ് നിൽക്കുന്ന ഫലത്തെ കൊടുക്കും. നമ്മളെ വീട്ടിലാണ് നമുക്ക് ശക്തി, എന്നാലും കുറച്ചുകൂടി സൗകര്യമുള്ള വീട്ടിലേക്ക് അല്ലെങ്കിൽ നല്ല സൗകര്യമുള്ള ഒരു ഹോട്ടലിലേക്ക് നമ്മൾ കുറച്ച് ദിവസം മാറി നിൽക്കുന്നത് പോലെയുള്ള ഫീലിങ്സ്. അത് കഴിഞ്ഞാൽ വീണ്ടും പഴയ വീട്ടിൽ തന്നെ വരണം. ഇപ്പോൾ ഹോട്ടലിലൊക്കെ നിന്നാൽ എത്ര ദിവസം നിൽക്കാൻ പറ്റും എന്നതുപോലെ. അപ്പോൾ ഇവിടെ ഓരോ രാശിക്കാർക്ക് എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. മേടം രാശിയിലുള്ള നക്ഷത്രക്കാർ അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക അടങ്ങുന്ന 2.25 നക്ഷത്രമാണ് ഒരു രാശി. ഈ രാശിയിൽപ്പെട്ടവർക്ക് വേഴം ഇപ്പോൾ 3-ലാണ് നിൽക്കണം. 3-ലെ വേഴം മുടിഞ്ഞു പോകുമെന്നാണ്. അത്ര മോശ സമയം നിങ്ങൾക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഈ സമയം കുറേ നേട്ട ഫലത്തെ പ്രദാനം ചെയ്തു തരും. 4-ലേക്ക് വരെയാണ്. സമാധാനം കിട്ടും, ശാരീരിക അസ്വസ്ഥത മാറിക്കിട്ടും, സാമ്പത്തിക പുരോഗതി വരും. അങ്ങനെ കുറച്ച് സന്തോഷപ്രദമായ അവസ്ഥകൾ വന്നു ചേരും. ഇപ്പോൾ കുടുംബത്തിനകത്ത് ഏറ്റവും ഐശ്വര്യപ്രദമായ അവസ്ഥകളെ പ്രദാനം ചെയ്തു തരും. ഇടവൻ രാശിയിൽ ഉള്ള നക്ഷത്രക്കാർ കാർത്തികയുടെ 3/4 ഭാഗം, രോഹിണി, മകയിരത്തിൻ്റെ ആദ്യ പകുതി ഭാഗം. ഈ നക്ഷത്ര രാശിയിൽ ജനിച്ചവർക്ക് 3-ാം ഭാവത്തിലേക്ക് വേഴം സഞ്ചരിച്ച് വരികയാണ്. വേഴം വരണ എവിടെയാണ്? 3-ലേക്ക് വരികയാണ്. ഇപ്പോൾ 3-ാം ഭാവത്തിലേക്ക് വേഴം സഞ്ചരിച്ച് വരികയാണ്. അതായത് ഒക്ടോബർ മാസം 18-ാം തീയതി വൈകുന്നേരം തൊട്ട് ഡിസംബർ മാസം 5-ാം തീയതി വൈകുന്നേരം വരെ. അപ്പോൾ ഈ 47 ദിവസക്കാലം 3-ലേക്കാണ് വേഴം വരുന്നത്. 3 ശരിക്കും അത്ര കണ്ട് നല്ല സ്ഥാനമല്ല. അപ്പോൾ നമുക്ക് വലിയ നേട്ടത്തിൻ്റെ കാലഘട്ടമൊന്നുമല്ല. എങ്കിലും ഉച്ചത്തിൽ വന്നതുകൊണ്ട് വേഴം വളരെ ദോഷത്തെ കൊടുക്കത്തില്ല. സഹോദര സംബന്ധമായി കുറച്ച് മനോവിഷമം, അല്ലെങ്കിൽ സുഹൃത്തുക്കളെ കൊണ്ട് വിഷമാവസ്ഥകൾ, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ അസ്വസ്ഥതകൾ ഉണ്ടാവുമെന്ന് മാത്രം. പക്ഷെ മിഥുന രാശിക്കാർക്ക്, മിഥുന രാശി എന്ന് പറയുമ്പോൾ മകയിരത്തിൻ്റെ 2-ാമത്തെ പകുതി, തിരുവാതിര, പുണർദത്തിൻ്റെ ആദ്യത്തെ 3/4 ഭാഗവും ചേർന്നതാണ് മിഥുന രാശി. അപ്പോൾ മിഥുന രാശിയിൽ ഉള്ളവർക്ക് ഇപ്പോൾ വേഴൻ ജന്മത്തിൽ നിൽക്കുകയാണ്. ജന്മത്തിൽ നിന്ന് വേഴൻ 2-ലേക്ക് മാറുകയാണ്. നല്ല സ്ഥാനത്തേക്ക് മാറുകയാണ്. അത് ഉച്ചത്തിലേക്കാണ്. ഈ രാശിക്കാർക്ക് കുറേ ഐശ്വര്യപ്രദമായ അവസ്ഥകൾ വന്നു ചേരും.
പ്രത്യേകിച്ച് ധനസ്ഥാനത്തേക്ക് വരെയാണ്. അപ്രതീക്ഷിത ധനനേട്ടം, നമ്മൾ പോലും പ്രതീക്ഷിക്കാതെ നമ്മൾ ചെയ്യുന്നതിന് ധനനേട്ടം ഉണ്ടാവും. അപ്രതീക്ഷിത ധനനേട്ടം. അതുപോലെ വിദ്യാഭ്യാസപരമായി നിൽക്കുന്നവർക്ക് പ്രതീക്ഷിക്കാത്ത റിസൾട്ട് ലഭിക്കും. കലാകാരന്മാർ, അതുപോലെ വാഗ്ദേവതയുടെ അനുഗ്രഹത്താൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം, അധ്യാപകരാവട്ടെ അല്ലെങ്കിൽ വിദ്യാർത്ഥികളാവട്ടെ, അവർക്കെല്ലാം നല്ല റിസൾട്ടിനെ കൊടുക്കുന്ന സമയമാണ്. നമ്മൾ പറയുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ നമുക്ക് ചെയ്ത് തീർക്കാൻ കഴിയും. അതുപോലെ കർക്കിടക രാശിക്കാർ, പുണർദത്തിൻ്റെ അവസാനത്തെ 15 നാഴിക, പൂയം, ആയില്യം, ഈ 2.25 നക്ഷത്രക്കാർക്ക് 12-ൽ വ്യാഴം നിൽക്കുകയായിരുന്നു. 12-ാം വ്യാഴം വ്യയസ്ഥാനത്ത് വ്യാഴം നിൽക്കുകയാണ്. വ്യയസ്ഥാനത്ത് വ്യാഴം നിന്നാൽ വ്യയത്തെ കൊടുക്കും, സാമ്പത്തിക നഷ്ടത്തെ കൊടുക്കും. നിങ്ങൾക്കാവട്ടെ വ്യാഴം സഞ്ചരിച്ച് ജന്മത്തിലേക്ക് വരികയാണ്, ഉച്ചത്തിലേക്ക് കൂടെ വരികയാണ്. പക്ഷെ വളരെ ഐശ്വര്യപ്രദമായ ചുരുക്കം ദിവസങ്ങളേ ഉള്ളൂ എങ്കിലും അടുത്ത വ്യാഴം സഞ്ചരിച്ചെത്തുന്നത് നിങ്ങൾക്ക് ഉച്ചത്തിലാണ്, ജന്മത്തിലാണ്. അത് 2026 ജൂൺ മാസം 1-ാം തീയതി വരത്തുള്ളൂ. പക്ഷെ ഇപ്പം നമുക്ക് ഈ വേനലിലൊരു മഴ പോലെ കുറച്ച് ആശ്വാസം കിട്ടുന്ന സമയമാണ്. ഈ 47 ദിവസത്തെ വേണ്ട രീതിയിൽ വിനിയോഗിച്ചോളണം. അതേപോലെ ചിങ്ങരാശിയിൽപ്പെട്ടവർക്ക്, ചിങ്ങരാശിയിൽ മകം, പൂരം, ഉത്രത്തിൻ്റെ കാൽഭാഗം, ആദ്യത്തെ 15 നാഴിക, ഈ 2.25 നക്ഷത്രക്കാർക്ക് വ്യാഴം ഇപ്പോൾ 11-ൽ നിൽക്കുന്നതെങ്കിലും വ്യാഴം നേരെ സഞ്ചരിച്ചെത്തിക്കുന്ന 12-ലേക്കാണ്. നിങ്ങൾ ഈ 47 ദിവസം വളരെ സൂക്ഷിക്കണം. 12-ലേക്ക് വ്യാഴം പോയിരിക്കുകയാണ്. നമ്മൾ വളരെ സൂക്ഷിച്ച്, 12 എന്ന് പറയുന്ന വ്യയസ്ഥാനമാണ്. വ്യയം എന്ന് പറഞ്ഞാൽ നഷ്ടസ്ഥാനമാണ്. അപ്പോൾ പലതും നമുക്ക് കഷ്ടനഷ്ടങ്ങൾക്കുണ്ടാവും. അത് പൈസ മാത്രമല്ല, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് റിസൾട്ട് കിട്ടാതെ വരും. നമ്മൾ പലതരത്തിലുള്ള തടസ്സഭാവങ്ങളിലൂടെ കാര്യങ്ങൾ കൊണ്ടുപോകും. അതുകൊണ്ട് പ്രത്യേകിച്ച് സാമ്പത്തിക ഇടപാടുകളിൽ വളരെ സൂക്ഷിക്കണം ഈ 47 ദിവസം. കന്നി രാശിക്കാരുടെ ഫലത്തിലേക്ക് പോകുമ്പോൾ ഉത്ര നക്ഷത്രത്തിൻ്റെ 2-ാമത്തെ 1/4 ഭാഗവും, ആദ്യത്തെ 1/4 ഭാഗം ചിങ്ങരാശിയിലേക്ക് പോവും, ഉത്രം 1/4 കന്നിയിലേക്ക് പോവും. അത്ത നക്ഷത്രവും ചിത്തിരയുടെ ആദ്യ പകുതി അടങ്ങുന്ന കന്നിരാശിക്കാർക്ക് വ്യാഴം ഇപ്പോൾ 10-ൽ നിൽക്കുകയാണ്. വലിയ കുഴപ്പസ്ഥാനം അല്ലെങ്കിൽ പോലും അത്ര നല്ല സ്ഥാനമല്ല. കാര്യങ്ങൾ ഇങ്ങനെ നടന്നു പോവും, കാര്യങ്ങൾക്ക് മുട്ട് വരില്ല. എങ്കിലും പൈസ നിൽക്കത്തില്ല, പൂർണ്ണമായിട്ട് സാമ്പത്തിക നേട്ടം വരത്തില്ല. പൈസ വരും, പൈസ നിൽക്കില്ല. പക്ഷെ അവർക്ക്, നിങ്ങൾക്ക് ആ 47 ദിവസം 11-ലേക്ക് വ്യാഴം വരെയാണ് ഉച്ചത്തിൽ. അപ്പോൾ ഈ സമയത്തെ വളരെ വിനിയോഗിക്കണം. 11-ലേക്ക് വ്യാഴം വരെയാണ്. അടുത്ത് രാശിചക്രത്തിൽ വരുന്നത് 11-ൽ തന്നെയാണ്. 11-ാം സ്ഥാനം ലാഭസ്ഥാനത്തേക്ക് വരെയാണ്. അപ്പോൾ ചെയ്യുന്നതിന് ലാഭം കിട്ടും. നമ്മൾ എന്തെങ്കിലും കാര്യത്തിന് ഇറങ്ങിയാൽ അതിനെന്തെന്ന് കിട്ടും? ലാഭം കിട്ടുന്ന സമയമാണ് ശരിക്കും കന്നിരാശിക്കാർക്ക്. ലാഭസ്ഥാനത്തേക്ക് വ്യാഴം വരെയാണ്. കണ്ടകശനിയൊക്കെ നിൽക്കുകയാണ് എങ്കിൽ പോലും ലാഭസ്ഥാനത്തേക്ക് നിൽക്കുന്ന വ്യാഴം നമുക്ക് ലാഭത്തെ പ്രദാനം ചെയ്തു തരും. നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് നേട്ടം വരും, പ്രത്യേകിച്ച് സാമ്പത്തിക ലാഭം വരും. അപ്പോൾ എന്തെങ്കിലും സാമ്പത്തികമായിട്ട് നേട്ടം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവർക്ക് അവർക്ക് അനുകൂലപ്രദമായ അവസ്ഥയുണ്ടാവും. അതുപോലെ തുലാം രാശിക്കാർ, തുലാം രാശി ചിത്തിരയുടെ 2-ാമത്തെ പകുതി, ചോതി നക്ഷത്രം, വിശാഖ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക, ഈ നക്ഷത്ര രാശിയിൽ ജനിച്ചവർക്ക് വ്യാഴം വന്നിരിക്കുന്നത് 10-ലേക്കാണ്. ഇപ്പോൾ 9-ലാണ് വ്യാഴം നിൽക്കുന്നത്. കർമ്മസ്ഥാനത്തേക്ക് വന്നിരിക്കുകയാണ്. കർമ്മസ്ഥാനം നമുക്ക് ദോഷസ്ഥാനമല്ല, ഉച്ചത്തിൽ വന്നിരിക്കുകയാണ്. കർമ്മസ്ഥാനത്ത് വന്നിരിക്കുന്നത് കർമ്മ പുഷ്ടിയെ കൊടുക്കും. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും. ഇപ്പോൾ ജോലി, അതുപോലെ ബിസിനസ്, ഇതിലൊക്കെ കുറച്ചുകൂടി സ്മൂത്തായിട്ട്, കുറച്ചുകൂടി ശ്രദ്ധിച്ച്, കുറച്ചുകൂടി ആക്റ്റീവായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള ഒരവസ്ഥ ഉണ്ടാവും. അതേപോലെ വൃശ്ചികൻ രാശിക്കാർ, വൃശ്ചികൻ രാശിയിൽ വരുന്നത് വിശാഖൻ നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴിക, അനിഴം, തൃക്കേട്ട, ഈ
നക്ഷത്രക്കാർക്ക് ഇപ്പോൾ അഷ്ടമത്തിൽ വ്യാഴം നിൽക്കുകയാണ്. അഷ്ടമത്തിലെ വ്യാഴം കഷ്ടനഷ്ടങ്ങളെ കൊടുത്തുകൊണ്ടിരിക്കും. സാമ്പത്തിക നഷ്ടം, ശാരീരിക ബുദ്ധിമുട്ട്, കാര്യതടസ്സം, പലതരത്തിലുള്ള വിഷമാവസ്ഥയിൽ നിൽക്കുന്ന നിങ്ങൾക്ക് ഒരു ചെറിയ ആശ്വാസം കിട്ടാൻ പോവുകയാണ്. ഭാഗ്യസ്ഥാനത്തേക്ക് വ്യാഴം മാറുകയാണ്. അപ്പോൾ ഭാഗ്യവർദ്ധനവിനിട വരും. കുറച്ചുകൂടി ഈ കുറച്ച് ദിവസമെങ്കിലും നമുക്കൊരു ആശ്വാസകരമായ, കാരണം നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതിൽ കുറച്ച് നേരം നല്ല റോഡ് കിട്ടുമെന്ന് പറയും പോലെ കുറച്ച് ആശ്വാസം കിട്ടും. അപ്പോൾ നമ്മൾ ഈ സമയത്തെ വേണ്ട രീതിയിൽ വിനിയോഗിക്കണം. അതുപോലെ ധനുരാശിക്കാർ, ധനുരാശിയിൽ പെടുന്ന മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക, ഈ നക്ഷത്രത്തിൽ ജനിച്ച ധനുരാശിക്കാർക്ക് ഇപ്പോൾ വ്യാഴം 7ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം 8ലേക്ക് മാറുകയാണ്. 8 എന്ന് പറയുമ്പോൾ ശരിക്കും നല്ല സ്ഥാനമല്ല, പക്ഷെ വ്യാഴം ഉച്ചത്തിലായതുകൊണ്ട് വലിയ ദോഷം, എന്നാലും കുറച്ച് കഷ്ടനഷ്ടങ്ങളെ തരും. സാമ്പത്തിക നഷ്ടം, കാര്യതടസ്സം, അതുകൊണ്ട് കുറച്ച് ഏറെ ശ്രദ്ധിച്ച് പോകണം. പ്രത്യേകിച്ച് ശാരീരിക കാര്യങ്ങളിൽ നല്ല ശ്രദ്ധാലുവായിരിക്കണം. സാമ്പത്തികത്തെക്കാൾ നിങ്ങൾ സൂക്ഷിക്കേണ്ടത് ശാരീരികമായിട്ടുള്ള കാര്യങ്ങളിലാണ്. അതുപോലെ മകരരാശിക്കാർ, ഉത്രാട നക്ഷത്രത്തിൻ്റെ രണ്ടാമത്തെ 45 നാഴിക, കാല് ഇപ്പുറത്ത് പോയി 3/4 ഭാഗവും, തിരുവോണ നക്ഷത്രവും അവിട്ടത്തിൻ്റെ പകുതി ഭാഗവും അടങ്ങുന്ന 2.25 നക്ഷത്രക്കാരാണ് ശരിക്ക് മകരൻ രാശിയിൽ വരണേ. മകരൻ രാശിക്കാർക്ക് ഇപ്പോൾ 6ൽ ശത്രുസ്ഥാനത്ത് വ്യാഴം നിൽക്കുകയാണ്. ശത്രുസ്ഥാനത്ത് നിന്ന്, അതുകൊണ്ടാണ് 7 ശനിയൊക്കെ മാറിയെങ്കിലും മകരൻ രാശിക്കാർക്ക് വലിയ നേട്ടം വരാതിരിക്കുകയാണ്. കാരണം ഭഗവാൻ വ്യാഴമാണല്ലോ നമുക്ക് ഐശ്വര്യത്തെയും സമാധാനവും സന്തോഷവും ഒക്കെ തരേണ്ടത്. ആ വ്യാഴം 6ലേക്ക് ശത്രുസ്ഥാനത്തേക്ക് നിൽക്കുന്ന വ്യാഴം സഞ്ചരിച്ചിതാ 7ലേക്ക് മാറുകയാണ്. 7ാം ഭാവത്തിലേക്ക് മാറുന്നതോടുകൂടി നമുക്ക് കുറേ കുടുംബ സമാധാനം വരും, വീട്ടിനകത്ത് സ്വസ്ഥതയുണ്ടാവും, ദാമ്പത്തിക സൗഖ്യം വരും. അപ്പോൾ വളരെ നിവൃത്തി സ്ഥാനമാണ്. ശരിക്ക് ലക്ഷം ദോഷം ഗുരുഹന്തി, വ്യാഴം പൂർണ്ണമായി നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പം പെട്ടെന്ന് കുറച്ച് സമാധാനവും സന്തോഷവും കിട്ടും ഈ കുറച്ച് ദിവസമെങ്കിലും. അതുപോലെ കുംഭരാശിയിൽ പെടുന്ന നക്ഷത്രം അവിട്ടത്തിൻ്റെ പകുതി ഭാഗം, ചതയം, പൂരുരുട്ടാതി നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക. അപ്പോൾ ഈ 3/4 ഭാഗവും അടങ്ങുന്ന ഈ രാശിയിൽപ്പെട്ട കുംഭരാശിക്കാർക്ക് വ്യാഴം 5ൽ നിന്ന വ്യാഴം 6ലേക്ക് മാറുകയാണ്, ശത്രുസ്ഥാനത്തേക്ക് മാറുകയാണ്. ഇപ്പോൾ നമ്മൾ വളരെ സൂക്ഷിക്കണം. കാരണം ശത്രുക്കളുടെ എണ്ണം കൂടും. ശത്രുസ്ഥാനത്തേക്കാണ് വ്യാഴം പോയത്. ഇപ്പോൾ 5ൽ നിൽക്കുകയാണ്. കുറച്ച് സന്തോഷ അവസ്ഥകൾ, 7 ശനിയുടെ ശക്തിയൊക്കെ കുറഞ്ഞിങ്ങനെ നിൽക്കുന്ന ഈ സമയത്ത് ഈ 47 ദിവസം വളരെ സൂക്ഷിക്കണം. ശത്രുക്കൾ, നമ്മൾ പ്രതീക്ഷിക്കാതെ ശത്രുക്കളെ എണ്ണം കൂടും. അപ്പോൾ വളരെ സൂക്ഷിച്ച്, ഓരോന്ന് സംസാരിക്കുന്നിടത്താവട്ടെ, പ്രവർത്തിക്കുന്നതാവട്ടെ, ജോലി സ്ഥലത്താവട്ടെ, കൂട്ടുകാരുമായിട്ടാവട്ടെ വളരെ ശ്രദ്ധിച്ച് കൊണ്ടുപോകണം. കാരണം നമ്മൾ പോലും പ്രതീക്ഷിക്കാതെ നമുക്ക് ശത്രുക്കൾ ഉണ്ടാവും. ശത്രുസ്ഥാനത്തേക്ക് വരികയാണ്. അതുപോലെ അവസാന രാശിക്കാരായ മീനൻ രാശിക്കാർക്ക്, മീനൻ രാശിക്കാർ പൂരുരുട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴിക, ഉത്രട്ടാതി നക്ഷത്രം, രേവതി, ഈ 2.25 നക്ഷത്രത്തിൽപ്പെടുന്ന മീനക്കൂറുകാർക്ക് വ്യാഴം ശരിക്ക് 4ലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. 4 നിന്ന വ്യാഴം കുറച്ചുകൂടെ നല്ല സ്ഥാനത്തേക്ക് വന്നിരിക്കുകയാണ്, 5ലേക്ക് വന്നിരിക്കുകയാണ്. 5 ദൈവിക സ്ഥാനമാണ്, സന്താന സ്ഥാനമാണ്, പ്രശസ്തി സ്ഥാനമാണ്. നല്ല സ്ഥാനത്തേക്ക് വ്യാഴം നിൽക്കുകയാണ്. ഇപ്പോൾ കുറച്ച് ദിവസമേ ഉള്ളൂ, 47 ദിവസമേ ഉള്ളൂ. പക്ഷെ 47 ദിവസമെങ്കിലും നമുക്ക് കുറേ സന്തോഷപ്രദമായ അവസ്ഥയുണ്ടാവും. കുറച്ച് ദൈവികത്വം കൂടും. നമ്മൾ പ്രാർത്ഥിച്ചാൽ തന്നെ ദൈവാധീനം തെളിയും. മറ്റത് പ്രാർത്ഥിക്കാൻ ഏകാഗ്രത കിട്ടത്തില്ല, പ്രാർത്ഥിക്കാൻ തെളിയും. അതേപോലെ തന്നെ സന്താന സംബന്ധമായി ഐശ്വര്യത്തെ കൊടുക്കും, സന്താന സൗഖ്യത്തിനിടവരും. ഇങ്ങനെ ഐശ്വര്യപ്രദമായ അവസ്ഥകളെ പ്രദാനം ചെയ്യുന്ന അവസ്ഥാവിശേഷം നിൽക്കുന്ന രാശിയാണ് മീനൻ രാശി. അപ്പോൾ ഈ വ്യാഴം ധനകാരകനാണ്. ശരിക്കു പറഞ്ഞാൽ ജ്യോതിഷ ഗുരുവാണ്. ലക്ഷം ദോഷത്തെയും മാറ്റാൻ ശക്തിയുള്ളവനാണ്. ആ വ്യാഴം പ്രപഞ്ചത്തിൽ ഉച്ചത്തിലേക്ക് പ്രവേശിച്ച് വരികയാണ്. കുറച്ച് ദിവസമെങ്കിലും അദ്ദേഹം ഉച്ചരാശിയിൽ നിൽക്കും. ഇത് ഈ സമയത്തെ ദോഷ സമയമായിട്ട് വന്നിട്ടുള്ളവർ ശ്രദ്ധിക്കണം.
അല്ലാത്തവർക്ക് വളരെ നേട്ട ഭാവത്തെ പ്രദാനം ചെയ്തു തരും. ഇതിൽ 2-3 രാശിക്കാർക്ക് കൂടുതൽ ഗുണഫലത്തെ കൊടുക്കും. ഒന്ന്, ധനസ്ഥാനത്തേക്ക് വന്നിട്ടുള്ളവർ, അതായത് മിഥുന രാശിക്കാർക്ക്, കന്നി രാശിക്കാർക്ക് ലാഭസ്ഥാനത്തേക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തുലാം രാശിക്കാർക്ക് കർമ്മസ്ഥാനത്തേക്ക് വന്നിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് നേട്ടഭാവത്തെ കൊടുക്കുന്ന അവസ്ഥയെ പ്രദാനം ചെയ്തു തരും. അപ്പോൾ എല്ലാവർക്കും പരമഗുരുവിൻ്റെ അനുഗ്രഹത്താൽ നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.